കിടന്നുറങ്ങുന്നുണ്ടില്ലേ? ഓ, കുംഭാർണന്റെ ജന്മങ്ങളാ. പിള്ളേരെ എഴുന്നേക്കാൻ, എഴുന്നേക്കാൻ അങ്ങോട്ട്. ആ ആനവാ തുറന്ന് ദേ ഇതങ്ങോട്ട് എടുത്ത് തൊള്ളയിലോട്ട് ഒഴുകി, എന്നിട്ടേ പല്ല് വെച്ച് കുളിക്കാൻ നോക്കൂ. അയ്യടാ, എങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് റോസ് മിൽക്ക് കൊണ്ട് തരാം. ദേ 4ാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചുണർത്തുന്നത്. ഇതിനൊന്നേ സ്പെഷ്യൽ ശമ്പളമൊന്നും എനിക്ക് ആരും തരുന്നില്ല. ആഹാ, ജോലി എന്താണെന്നോ? ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാം. മൂക്കി മണക്കയില്ലാത്ത ശമ്പളം തരും, എന്നിട്ടോ ഇവറ്റകളുടെ ഒക്കെ വായിരിക്കുന്ന കേക്കേ വേണം. എന്റെ തലയിലെത്തിന് പറഞ്ഞാൽ മതിയല്ലോ. ഇവർക്ക് ഈയിടെ കുറെ കൂടുന്നുണ്ട്. ഇനി ഇവരെ ഇവിടെ നിർത്തണോ? നമുക്കതൊന്ന് നോക്കിക്കളയാം. എന്നെ കൊല്ലോ നിങ്ങള്. നിങ്ങളുടെ കാശ് വേണ്ട, പിണ്ണാക്കം വേണ്ട. ഞാൻ എന്റെ പാട്ടിന് പോവാ. എന്താടാ ഉണ്ണി, എന്താ പ്രശ്നം? പ്രശ്നമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഫീസ് തരിക. അങ്ങനെയാണോ? അങ്ങനെയാണോ? ആ കറക്റ്റ്. ആ പോട്ടെ പോട്ടെ. ആ ഇനി ക്ലച്ച് ഓഫ് ചെയ്യൂ. ആ മതി. മുന്നോട്ട് നോക്കി ഓടിക്കൂ. എന്നെ നോക്കണ്ട, മുന്നോട്ട് നോക്കി ഓടിക്കൂ. അതാ ഇൻഷുറൻസിൽ എത്ര കഴിഞ്ഞ് കുറുകെ ചടന്നു. ബ്രേക്ക് 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 ബ്രേക്ക്. ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടി പുറമോട്ട് എടുക്കൂ. ക്ലച്ച് ഔട്ടു. ആ മിസ്റ്റർ ഷൺമുഖം, എടാ ക്വാർട്ടറെ എന്താ സാറേ? ഇറങ്ങി ബാക്ക് നോക്കടാ. റെഡിയാ സാറേ. ആശാനെ ബാക്കല്ലേ നോക്കേണ്ടത്? അതേടാ. മിനി ക്ലച്ച് ഓഫ് ചെയ്ത് റിവേഴ്സ് ഗിയർ ഇടൂ. അടി അടി അടി. നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചടുക്കും. ഇങ്ങനെയാണോ ഞാൻ റിവേഴ്സ് ഗിയർ ഇടാൻ പഠിപ്പിച്ചെന്ന്? ഇതാ നോക്കൂ. എടാ ബാക്ക് ഓക്കെ ആണോ? ബാക്ക് ഓക്കെ ആണോ സാറേ? പോരട്ടെ. ബാക്ക് ഓക്കെ, ബാക്ക് ഓക്കെ, ഡബിൾ ഓക്കെ. പോരട്ടെ, ഇങ്ങനെ പോരട്ടെ. ബാക്ക് ഓക്കെ, ബാക്ക് ഓക്കെ. മുട്ടി. അയ്യോ ബമ്പർ ഞാൻ നന്നായിട്ട് മുട്ടി നിൽക്കണ സാറേ. ഇനി 1 ഇഞ്ച് പോലും പിന്നോട്ട് വരില്ല. നിന്നോട് ബാക്ക് ഓക്കെ ആണല്ലേ പറഞ്ഞു. നീ എവിടെയാ നോക്കിയത്? ബാക്കിൽ തന്നെയാണ് നോക്കിയതാ സാറേ. ഓക്കെ ആയിരുന്നു. അയ്യോ അടിക്കരുത്. വണ്ടി നന്നാക്കിയതാ. ബെന്നി, ഈ ബൈക്ക് എന്താ? കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഉടനെ ഒരു മെക്കാനിക്കിനെ വിളിച്ചില്ലെങ്കിൽ കൊച്ചമ്മമാരെല്ലാം കൂടെ എന്നെ ബ്രേക്ക് ഡൗൺ ആക്കും. ഉണ്ണേട്ട എനിക്ക് ഓഫീസ് പോകണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ബെന്നി, ഈ ബൈക്ക് എന്താ? എനിക്ക് ഓഫീസ് പോകണ്ടേ? എന്റെ ഓഫീസ് പൂട്ടും. പിന്നെ ഉണ്ണേട്ട പോ എനിക്ക് വേണ്ടി. കൊച്ചമാർക്ക് ഓഫീസിൽ പോകണം. കൊച്ചമാരെടുത്ത് പോകാൻ പറ. കൊച്ചമാർ എങ്ങോട്ട് പോകും? പിന്നെ ഞാനെന്ത് ചെയ്യും? വീട്ടിൽ പോ. ആഹാ, ഷൺമുഖം കൈവച്ചപ്പോ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. അത് പിന്നെ ഉണ്ണിയാസാനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഞാനല്ലേ. ഒരു കണക്കിന് ഉണ്ണി എന്റെ ശിഷ്യനാ. ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഓക്കേ. ഒന്ന് സഹായിക്കട്ടെ. ഉണ്ണേട്ട ഞാനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്നു. ഇനി കുഴപ്പമില്ലല്ലോ. അയ്യോ ഇനിയാണ് കുഴപ്പം. ആ ഷൺമുഖ എൽബോർഡാണ്. പുറകെ വിട്ടില്ലെങ്കിൽ 3 കൊച്ചമ്മമാരുടെ ജീവനും ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഉണ്ണേട്ട എനിക്ക് ഓഫീസിൽ പോകണം. എനിക്ക് ഓഫീസിൽ പോകണ്ടേ? ഓഫീസിൽ പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പോകേണ്ടി വരത്തില്ല. ഒരിക്കലും പോകണം. ഉണ്ണേട്ട അവിടെ നിൽക്കാൻ. I didn't say major babes, Johnny. I said major is babyum. വണ്ടിക്ക് 1500 രൂപയുടെ പണിയായി. നാളെ രാവിലെ 10 മണിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാശ് എത്തിച്ചോളണം. എനിക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. ഞാൻ പറഞ്ഞ പോലെ കേട്ടോ? കേട്ടോന്ന് ജിന്നു, ആ ടിവിയുടെ ഓണം കുറയ്ക്കേ. നാളെ രാവിലെ എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ വണ്ടി എന്റെ മൊത്തം പോയി കിടക്കുക. അതെ, വണ്ടി എടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. കണ്ട കൊച്ചമ്മമാരെ തൊട്ടുരുമി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ അല്ല. നീ എന്നെ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത്. ഞാനൊരു ഡ്രൈവിംഗ് കോളേജിന്റെ ഓണറാണ്, അറിയോ? ടാറ്റയും ബിർളയും ഒന്നും അല്ലല്ലോ. താൻ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ തന്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. ഇവിടുന്ന് തമാശ പറയാതെ. അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ദൈവമേ,
എടാ ബെന്നി, ഒന്നുമില്ലല്ലോ, ഞാനും നിന്റെ അളിയനും പെങ്ങളുമായിട്ട് എത്ര കാലം കഴിച്ചതാ. അതെന്താ കാലത്തിന് ഇത്ര നീട്ടം? അതെ, ഒരു കോട്ടുവാ ക്രോസ് ചെയ്താ. ഇങ്ങനെ നിന്നാ മതിയോ? കുഞ്ഞുങ്ങൾക്ക് വിശക്കത്തില്ലയോ? അയ്യോ, കൂടുതൽ സൂചിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ ചപ്പാത്തിയും ഈ കറിയും വേഗം കൊണ്ട് ടേബിൾ പോയി. അതങ്ങ് പള്ളി. വരണുണ്ട്. പെട്ടി വിഴുങ്ങു കുഞ്ഞുങ്ങളെ. അയ്യേ, ചപ്പാത്തിയോ? എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. 3 പേർക്കും വേണ്ടേ? വേണ്ട. വേണ്ട. ചാച്ചാ, ചാച്ചാ, ഞങ്ങൾക്ക് ഒന്നും തരാതെ ഉണ്ണിയങ്ങളെല്ലാം കഴിക്കാം. അത്രക്കായ വാ. തനിക്ക് വെട്ടിവെടിക്കാനല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ഭക്ഷണമല്ലേ, വെറുതെ കളയണ്ടെന്ന് കരുതി. ആണോ? ആ, എണീക്കണോ? എണീക്കാൻ. ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാ. അയ്യോ, ഞങ്ങൾ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, പച്ചക്കള്ളം പറയാ. ബെന്നി, ഇത് വിളിച്ച കേട്ടോ? പോടാന്ന്. പോടോ. നാണമില്ലല്ലോടെ മൂത്ത് കരച്ചിട്ട് പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കാൻ. നിങ്ങൾ അവിടെ ഇരിക്കാം. വാ, കഴിക്കും. അതിപ്പോ അങ്ങനെ കഴിക്കട്ടെ, വായു ഭക്ഷിച്ചാ മതി. സക്സസ് ആശാനെ, സക്സസ്. ഫസ്റ്റ് ബോൾ ഇടാനറിയാത്ത നമ്മളെ ഡോക്ടറെ ഭാര്യ ഇന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്ത് വിട്ടിട്ട് എന്നോട് ചോദിക്കാ ഇനി ഞാൻ ഏതാ ഇടാനുള്ളതെന്ന്. ഞാൻ എന്താ പറയാ? നമ്മളെ ഓമന ചേച്ചിന്ന് എല്ലെടുത്തു, എല്ലല്ല എച്ചെടുത്തു. പക്ഷെ ഞാൻ കുറെ പാടുപെട്ടു. അയ്യോ, ആശാന്റെ മുഖത്ത് എന്താ ഒരു പാട്? കഷ്ടപ്പാട്. കണ്ടു നീരില്ലേ? ഇപ്പൊ നിന്റെ മുഖത്ത് എന്ത് പറ്റി? അടിപറ്റി. അതാ എനിക്ക് പറ്റിയത്. നീ പോയ ടയർ 4 ഒഴിച്ച് മുറി കൊണ്ടുവയ്ക്കണ. പോടാ. എന്തെങ്കിലും നാളെ ഏർപ്പാടാസനെ ഈ കാണിക്കുന്നത്? ആ CC കാർഡ് കാശം കൊടുത്തൂടെ? ഇത് വെറും തെണ്ടിത്തരായിപ്പോയി. വൈകിട്ട് ഇറക്കണം, രാവിലെ കയറ്റണം. രണ്ടും കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ പാഷാണത്തിലെ കൃമി, അഴിച്ചു വെക്കടാ. ആശാന്റെ മുഖത്ത് തന്നെ ഷേവ് ചെയ്ത് പഠിക്കണോ? അയ്യോ, കഷ്ടം. ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നത്. ആ ഉണ്ണിയേട്ടൻ വരുന്നതിന് മുമ്പ് കഴിച്ചോ? വേഗം കഴിക്കേ. പാമ്പുകൾക്കാണ് മോനെ നീ പാല് കൊടുക്കുന്നത്. ഉണ്ണിയങ്ങൾ, ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടാ? നീ എന്റെ അടുത്ത് വിഴുങ്ങോ? ആ, ചിലപ്പോ വിഴുങ്ങും. വിഴുങ്ങു വിഴുങ്ങു വിഴുങ്ങു. രാവിലെ തന്നെ തുടങ്ങി 1 2 പറഞ്ഞു. ആ, ഒരു ഷീറ്റ് വന്നേ. ഉണ്ണിയേട്ടാ, ഞാനിന്ന് വരാൻ അല്പം വൈകും. എങ്ങോട്ട് പോകുന്നു? ഇന്ന് സൈറ്റാ. സൈറ്റ്? ആ സൈറ്റ് അല്ല, വർക്ക് സൈറ്റ്. ആ, ഞാൻ ഇല്ലാന്ന് കരുതി ആരും സന്തോഷിക്കൊന്നും വേണ്ട. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ഇരുന്ന് പഠിച്ചോളണം. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും വലിയ കാര്യമില്ല. ഒക്കെ പരുന്തുംകാലെ പോവാനുള്ളതാ. എന്താണ് വിളിച്ചേ? അയ്യോ, എന്തൊരു തൊലിക്കട്ടി. അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും.
ബസ് തോട്ടിലേക്ക് മറിച്ച് 40 പേര് മരിച്ചു. ഡ്രൈവർ എന്റെ സ്റ്റുഡന്റ് ആണോ? ആരാ എന്റെ ഗ്ലാസ്സിലിരുന്ന പാലെടുത്ത് കുടിച്ചത്? എന്താണോ എനിക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാല് സാമ്പാറായി. ഇക്കണക്കിന് നിന്റെ മുമ്പിൽ കുഞ്ഞു നിന്നാ നീ പിള്ളേരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം ഈ വാനരന്മാരോട്? എന്താ തന്റെ പ്രശ്നം? എന്റെ പാലടിച്ചു മാറ്റി. ആര്? ദേ മുമ്പിലിരിക്കല്ലേ, ചോദിച്ചു നോക്ക്. ആരാടാ പാലടിച്ച് മാറ്റിയത്? അയ്യോ, ഇന്നസെന്റ് ഡിസിപ്ലിൻ കണ്ണു മുടിച്ചിരിക്കുന്നുണ്ടില്ലയോ? ഇവരിൽ ആരോ ആണ് പാല് സാമ്പാറാക്കിയത്. എടാ നീയാണോ? ചാച്ചാ ഞങ്ങൾ എടുത്തില്ല. ഉണ്ണിയങ്ങൾ പാൽ കുടിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഒരു ഗ്ലാസ് പാലോടി വേണേ ചോദിച്ചാ പോരെ? കൊതിയാ. ഞാൻ പറഞ്ഞ കൂടിപ്പോ. അതെ, ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. ഞാൻ അടുക്കളയിൽ പോയി പോൾ ചെയ്തോളാം. ആ അതാ നല്ലത്. ആ ഇത് കഴിക്കാമല്ലോ. ഉണ്ണിയേട്ടാ, ആ നേരത്തെ വരണം, നമുക്കിന്ന് അടിപൊളിയാക്കാം. ചേച്ചി ഇന്ന് സ്കൂൾ ഉച്ചവരെ ഉള്ളൂ. ആ റെഡിയായോ? ആ ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എന്താന്ന് പറ. ഡാൻഡി. ആ വാങ്ങിച്ചു കൊട്, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും ചാച്ചാ. അയ്യോ അസല് വിത്തുകള്. നീ വാ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ബിരിയാണി മതി. ആരാ അത് പറഞ്ഞത്? ഞാനാ. എന്താ നിന്റെ ശബ്ദത്തിന് ഇത്ര വെയിറ്റ്? അത് ബിരിയാണി ആയതുകൊണ്ട് ഇത്തിരി വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചാച്ചാ. അല്ലേനു? ഇനു ആ ഡോറ് ക്ലോസ് ചെയ്ത് വേഗം വാ. ഒന്ന് വേഗം പാടോ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ കാത്തിരുന്നു. എവിടെ? ഇവിടെ എവിടെ? ഉച്ചയ്ക്ക് താൻ ആ ഷൺമുഖത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ബിരിയാണി അയാളുടെ കൊടുത്തുവിടാം. അവിടെ ആരും ഇല്ലല്ലോ. ആരോടാ കാറ്റ് കാണിച്ചേ? വീടിന്. വീടിനോടോ? ആ വീടിന്. ഞങ്ങൾ പോയി കഴിഞ്ഞാ പാവം ഒറ്റയ്ക്കല്ലേ. അയ്യോ കേറ് കേറ്. അയ്യോ സൂക്ഷിച്ച് തുറക്കണ്ടേ. കേറ് കേറ്. ഡിസിപ്ലിൻഡ് വോയിസ്. ഓ കാല് കാല്. കാർ ഓടിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആണ് ആവശ്യം. സ്ലോ സ്ലോ. ബ്രേക്ക് 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 ബ്രേക്ക്. ബെസ്റ്റ് സ്റ്റുഡന്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചിലാണോ ചവിട്ടുന്നത്? നാളെ 100 രൂപ ഫൈൻ കൊണ്ടുവരണം. ഓക്കെ? ബാക്ക് നോക്കണം. മുമ്പൊരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും പറ്റുടത്തേണ്ടി സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പെട്ടെന്ന് ചാടി ഇറങ്ങി ഉടനെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയാശാനെ. ഞങ്ങൾക്ക് ഓഫീസിൽ പോയാലതാ. ഇതിന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് അവസരം. ബാക്കി നീ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മെന്റാലിറ്റി ആശാന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ക്ലാഷ് വരില്ലായിരുന്നു. ആശാനെ ആ സെക്രട്ടേറിയറ്റിലെ മാഡത്തിന് ഇപ്പോഴും ഫസ്റ്റ് വീഴുന്നില്ല. വീഴാത്തേക്ക് ഞാൻ വീഴ്ത്തിക്കൊള്ളാം. അങ്ങനെ എന്നാ ഞാൻ റിവൈസ് എടുക്കുന്നു. സുലു സുലു സുലു. ഇതാരും ഉണ്ണേറ്റിനോ? എന്നാലും എന്റെ സുലു, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞു. നീ പോയതോടെ എന്റെ കാര്യമല്ല അവതാളത്തിലായി. ഇപ്പൊ മുട്ടയില്ല, പാലുമില്ല. കണ്ടില്ലേ എന്റെ ഒരു കോലം? ആപ്പിള് പോലെ ഇരുന്ന ഞാനിപ്പോ മാങ്ങേണ്ടി പോലെ ആയി. ശരിയാ, ചേട്ടൻ ശരിക്കും അങ്ങ് ഉണങ്ങിപ്പോയി. സുലു പിടിവാശികളാ. നീ എങ്ങനെങ്കിലും അങ്ങോട്ട് തിരിച്ചു വാ. ആ നശിച്ച പിള്ളേർ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടില്ല. നീ ആ കാല് പോയ ക്യാപ്റ്റന്റെ വീട്ടിലല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അങ്ങോട്ടൊന്നും വരല്ലേ. അങ്ങനെ ഭയങ്കര ചൂടനാ. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അപ്പൊ വെടി വയ്ക്കൂ. അപ്പം ഞാൻ നിനക്ക് എങ്ങനെയാണ് തരിക? എന്താ ചേട്ടാ? കഴിഞ്ഞ മാസം CC അടയ്ക്കാനുള്ള പണം കൊണ്ട് നിനക്ക് ഞാനൊരു പൊന്നരിഞ്ഞാണം മേടിച്ചു വെച്ചിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നേരാണോ ചേട്ടാ? എന്നാ ഞാൻ പണിയൊക്കെ തീർത്ത് പത്തരമാറ്റ തങ്കം. അയ്യോ എന്റെ അടുക്കള പണിയൊക്കെ തീർത്ത് രാത്രി 8 മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം. മറക്കണ്ട, രാത്രി 8 മണി ഞാൻ കാത്തിരിക്കും. ചേട്ടാ എന്റെ CC ദൈവങ്ങളെ, വേഗം ഒന്ന് രാത്രി 8 മണിയാക്കിത്താ.
സോറി മക്കളെ, അങ്കിൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. മക്കൾസ് നമസ്കാരം. പറഞ്ഞ പോലെ 3 ബിരിയാണി കൊണ്ട് വന്നിട്ടുണ്ടേ. 1 2 3 തിന്നോണ്ട് കളിച്ചാട്ടെ. 3 ബിരിയാണി ഉള്ളൂ? 3 പേർക്ക് പിന്നെ 3 ബിരിയാണി അല്ലാതെ 2 3 മീശ വെച്ച മില്ലേനിയം പെണ്ണു. അപ്പൊ 4 ഉണ്ടല്ലോ. അതേടോ, ഞങ്ങൾ 4 പേരുണ്ട്. അതെന്താ 3 പേര് നാളല്ലോ എന്നോട് പറഞ്ഞത്? അല്ല, ഞങ്ങൾ 4 പേരാ. ഷണ്ണോങ്ങളെ തെറ്റിയതായിരിക്കും. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. ചിലപ്പോ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് പോയി കാണും. എന്നാലും എനിക്ക് തെറ്റിയിട്ടില്ല. ഹലോ, തൽക്കാലം ഒരു ബിരിയാണിയും കൂടെ പോയി വാങ്ങിച്ചോണ്ടോ. അതിന് പൈസ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ സ്വാമിയേ. ശരണമയ്യപ്പോ. എത്ര രൂപയായി? 20 രൂപ. മീറ്റർ 10 രൂപയല്ലേ ആയുള്ളൂ? അതെ. ബാക്കി 10 രൂപ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നിർത്താൻ ശരണം വിളിച്ചില്ലേ സാറേ, അതിന്റെയാ. അയ്യോ സ്വാമിയേ. ശരണമയ്യപ്പോ. ഇനി താൻ വിളിക്കണ്ട. ആ. പോ ശബരിമല തന്നെ ഇയാളെ വിളിക്കാത്ത ഭാഗ്യം. ഇതെന്ത് കോലം? പന്തളത്തി എന്നപ്പോ തോന്നി രാജകുമാരനെ ഒന്ന് കാണണം. ശരണമയ്യപ്പ. പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിയാണ്. നന്നായി അമ്പലത്തിലൊക്കെ പോകാൻ തോന്നിയത്. ഇനി പുതിയ പാപങ്ങളൊക്കെ ചെയ്യാലോ. ശരണമയ്യപ്പ. വേണ്ടി വരും. സഹവാസം ഇയാളുടെ കൂടെ ആവുമ്പോ വേണ്ടി വരും. ശരണമയ്യപ്പ. അയ്യോ. സംസർഗ ഗുണ ദോഷ. ഞാൻ പോയി വയറിറച്ചോല്ലോ കഴിക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ, ജീവിത ലക്ഷ്യം നടക്കട്ടെ. ഒരു താങ്ങ് താങ്ങി. സ്വാമിയേ ശരണമയ്യപ്പ. എപ്പ എത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. അരവണ, അപ്പാച്ചിമേട്ടിലെ അപ്പം, കല്ലിടാങ്കുന്നിലെ കല്ല്. ഇത് ചവച്ച് ചവച്ച് തിന്ന്. കളിച്ചോണ്ടിരിക്കാതെ ഇരുന്ന് പഠിക്കേ. ഒന്ന് മാറിക്കേ. ആരാത്? പഠിക്കാൻ പറഞ്ഞിരിക്കാ. ആരാത്? ഏത്? അകത്ത് നിൽക്കുന്ന പുതിയൊരെണ്ണം. അതിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന. ജോലിക്ക് വന്നാണോ? അപ്പൊ സുലുവിന്റെ ചാൻസ് പോയോ? എന്താ അവിടെ പറഞ്ഞ ജോലിക്കാരിയാണല്ലേ? ആ. അയ്യോ പാവം കുട്ടി. എന്താ നിന്റെ നെയിം ബോർഡ്? പേരെന്താന്ന്? ആനി. ആനെ? ആനി. നിന്റെ സ്റ്റാൻഡ്? നോക്കി പേടിപ്പിക്കണ്ട. സ്ഥലമേതെന്ന്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. അങ്ങത്തെ പോലെയല്ലേ ഉള്ളൂ, അങ്ങൊന്നല്ലല്ലോ. ഈ നിലയ്ക്കാണെങ്കിൽ ഇവിടെ അംഗമാവും. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിട്ടുണ്ട്? ഞാൻ എങ്ങും നിന്നിട്ടില്ല. എങ്ങനെ നിർത്തും? കണ്ടപ്പോഴേ തോന്നി ഒരു കള്ള ലക്ഷണം. നിനക്ക് പാചകം പഠിക്കാനുള്ള ഗിനി പന്നികൾ ആരും ഇവിടെ ഇല്ല. ഇപ്പൊ വന്നല്ലോ ഒരെണ്ണം. എന്താണ് പറഞ്ഞ? ഇത് വലിയ ശല്യായല്ലോ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം. അതെ, ഇയാൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു വിടാവോ? ബെന്നി, ഞാൻ ഇവളുകൂടെ ചേർന്ന് പോവില്ല. ഉടനെ കാന്താരി ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇവളിവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കില്ല. രണ്ടുപേരും ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോ. Get lost. ബെന്നി, തൃപ്തിയായല്ലോ. ആർക്ക്? എന്തായി കുട്ടി ഇങ്ങനെ? ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ല എന്ന് വെച്ചാൽ മോളെ കുട്ടി ആനി. ചാടിവാ ചാടിവാ. ഗേറ്റ് തുറന്നാ കിടന്നത്. എന്താ വണ്ടി പോകാത്ത? വണ്ടി അടിച്ചോണ്ട് പോകുന്ന സിസി കാറാണോ? ടയറില്ലാതെയാണോ വണ്ടി അടിച്ചോണ്ട് പോണത്? ചേടാ, ടയറ് വേണല്ലേ? എങ്കിൽ വാ. എവിടെ ടയർ? അടുത്ത് ഉണ്ണിയങ്കിൾ, ഉണ്ണിയങ്കിൾ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഉണ്ണിയങ്കിളിനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസ്. ഞാൻ ഡ്രസ് ചെയ്ത് താഴേക്ക് വരാം. ഡ്രസ് ചെയ്തല്ലേ ഇരിക്കുന്നേ? ഇത് ഇന്നലെ ഇട്ട ഡ്രസ്സാ.
ആശാന്റെ വണ്ടി കൊണ്ട് പോണത്. എന്റെ കൈ കൊണ്ട് ചാവണ്ടെങ്കിൽ വണ്ടി കിടന്നെടുത്തോണ്ടിടാ. എന്താടാ എന്താ അടുക്കരുത്. ഞാൻ ചെയ്താ നീ ചത്തു. അയ്യോ ആശാനെ, ആശാനെ, വണ്ടി CC-ക്കാർ കൊണ്ട് പോയേ. അയ്യോ അത് ഉണ്ണിയങ്ങളുടെ ശബ്ദം. എവിടെ? കുടുങ്ങി. എന്ത് കുടുങ്ങി? ഒന്നും കുടുങ്ങില്ല, പുറത്തു പോ. ആശാനെ, ഇത് ആരൊക്കെയാ കാണാൻ വന്നിരിക്കണെന്ന് നോക്കിയേ. ഇവർക്ക് ഉണ്ണിയങ്കിളിനെ കണ്ടേ തീരൂന്ന്, അതാ കൊണ്ടുവന്നെ. പാവം ഉണ്ണിയങ്കിള്. ഉണ്ണിയങ്കിളിനി വീട്ടിലേക്ക് വരില്ലേ? പിന്നെ ഉണ്ണിയെങ്കില് സ്റ്റിച്ചൊക്കെ എടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരും. മുറിവ് മിക്കവാറും പഴുക്കാനാണ് സാധ്യത. എങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. എവിടെയാ മുറിവ്? അതുപോലെ ഇവിടെ